ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ചെയ്ത് കാണിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് നല്ലൊരു കിടിലൻ ഫിഷ് ബിരിയാണിയാണ്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ്. നമ്മൾ ചിക്കൻ ബിരിയാണിയും മട്ടൺ ബിരിയാണിയും ഒക്കെ കഴിച്ച് മടുക്കുമ്പോൾ അതിൽ നിന്ന് ഒരു വ്യത്യസ്തമായിട്ടാണ് ഞാൻ ഈ ഫിഷ് ബിരിയാണി തയ്യാറാക്കുന്നത്. ഇത് വളരെ ഈസിയാണ് ഇത് തയ്യാറാക്കാനായിട്ട്. ഞാൻ ഈ ഫിഷ് ബിരിയാണി തയ്യാറാക്കാൻ വേണ്ടി എടുത്തിരിക്കുന്ന മീൻ ആവോലി മീനാണ്, പോംഫ്രെറ്റ്. ഇതൊരു ഏകദേശം 700 ഗ്രാമോളം ഉണ്ട്. അതിനുവേണ്ടി ബസുമതി റൈസും 500 ഗ്രാം റൈസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ക്ലീൻ ചെയ്തെടുത്ത മീൻ കഷ്ണങ്ങൾ മസാല പുരട്ടി ഫ്രൈ ചെയ്തെടുക്കണം. ഈ മസാലയ്ക്ക് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളകും 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും. ഈ മഞ്ഞൾപ്പൊടി ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ട്രൂ ബയോയുടെ ഓർഗാനിക് പ്രോഡക്റ്റ് ആണ്. അതിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും. ഈ കുരുമുളക് പൊടിയും ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ട്രൂ ബയോയുടെ ഓർഗാനിക് പ്രോഡക്റ്റ് ആണ്. ആവശ്യത്തിന് ഉപ്പും 2 ടീസ്പൂൺ നാരങ്ങാ നീരും കൂടെ ചേർത്ത് നല്ലതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ ഓയിലും ഒരല്പം വെള്ളവും കൂടെ ചേർത്ത് ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കുക. ഇപ്പോൾ മീൻ കഷ്ണങ്ങളിലേക്ക് ചേർക്കാനുള്ള മസാല ഇവിടെ റെഡിയായി. നമുക്ക് ഈ പേസ്റ്റ് മീൻ കഷ്ണങ്ങളിലേക്ക് പുരട്ടി കൊടുക്കാം. ഇതുപോലെയൊന്ന് പുരട്ടി കൊടുക്കുക. ഇതുപോലെ എല്ലാ മീൻ കഷ്ണങ്ങളിലും ഈ മസാല പുരട്ടിയതിന് ശേഷം 20 മിനിറ്റെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. എന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു ഫ്രൈയിങ് പാനിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ചൂടാകുമ്പോൾ നമുക്ക് ഈ മീനുകളൊക്കെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ ഓരോ കഷ്ണങ്ങളായിട്ട് ഇട്ട് കൊടുക്കുക. നമുക്കിത് 2 ബാച്ചായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ മൂത്താൽ മതി. ഒരുപാടങ്ങും ബ്രൗൺ നിറമൊന്നും ആയി പോകണ്ട. അപ്പോൾ ഈ മീൻ കഷ്ണങ്ങളൊക്കെ നല്ലതായിട്ട് ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റാം. ഇതുപോലെ തന്നെ നമുക്കിനി അടുത്ത ബാച്ച് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ മീൻ കഷ്ണങ്ങളെല്ലാം ഫ്രൈ ചെയ്തെടുത്തു. ഇനി ബിരിയാണിക്ക് വേണ്ടി നമുക്കൊരു മസാല തയ്യാറാക്കാം. അതിനായിട്ട് 4 കാശ്മീരി മുളക്, 1 ടീസ്പൂൺ പെരുംജീരകം, 1 ടീസ്പൂൺ കസ്കസ്, 1 ടേബിൾ സ്പൂൺ മല്ലി, 1/2 ടീസ്പൂൺ ഉലുവ, 2 ബേ ലീഫ്, 2-3 ഗ്രാമ്പൂ, 3 ഏലക്കായ, 1 കഷ്ണം പട്ട, 2-3 കഷ്ണം ജാതിപത്രി. ഇവയെല്ലാം ഓരോന്നോരോന്നായിട്ടിട്ട് ചെറുതായിട്ട് ചൂടാക്കിയതിന് ശേഷം തണുക്കുമ്പോൾ നമുക്ക് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം. ഇതുപോലെ ഒന്ന് ചൂടാക്കുക. ഈ ബിരിയാണിക്ക് വേണ്ടുന്ന റൈസ് തയ്യാറാക്കുന്ന വെള്ളത്തിലേക്ക് 2 ബേ ലീഫ്, പച്ചമുളക്, 1 കഷ്ണം ഏലക്കായ, 2 ചെറിയ ഏലക്കായ, പട്ട, ജാതിപത്രി ഇതെല്ലാം ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടെ ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അരി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഏകദേശം 20 മിനിറ്റ് കുതിർത്ത് വെച്ചതാണ് ഈ ബസുമതി അരി. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ നാരങ്ങാ നീരും കൂടെ ചേർക്കാം.
അരി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു കടായി അടുപ്പിലേക്ക് വെച്ച് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിലും 1 ടീസ്പൂൺ നെയ്യും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി 3 സവാള ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ സവാള നല്ലതായിട്ടൊന്ന് മൂത്ത് കിട്ടണം. അതിനായിട്ട് കുറച്ച് ഉപ്പും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഇതിനിടയ്ക്ക് അരി വെന്തോന്നും കൂടി ഒന്ന് നോക്കിക്കൊള്ളണം. ഇപ്പോൾ ഏകദേശം അരി ഒരു 90% വെന്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് ഊറ്റി മാറ്റാം. സവാള ഏകദേശം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർക്കാം. ഇത് നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ. ഇതിലേക്ക് 3 പച്ചമുളക് ചതച്ചതും നല്ലതായിട്ടൊന്ന് ചേർത്തൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് 3 ടൊമാറ്റോ മിക്സിക്കകത്ത് അടിച്ചാണ്, അതും കൂടി ഇതിലേക്ക് ചേർക്കുക. അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പറ്റാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കണം. ഇപ്പോൾ കുറച്ച് സമയമായിട്ടുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് പറ്റി വന്നിട്ടുണ്ട്. ടൊമാറ്റോ ഒക്കെ നല്ലതായിട്ടൊന്ന് വെന്തും വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന മസാല ചേർക്കാം. ഒരു സവാള ഫ്രൈ ചെയ്തെടുത്താണ്, അതും ഇതിലേക്ക് നമുക്ക് ചേർക്കാം. അപ്പോൾ നല്ലതായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർക്കുക. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തൈരും കൂടെ ചേർത്ത് നല്ലതായിട്ട് മിക്സ് ചെയ്യാം. ബിരിയാണിക്ക് നല്ല ഫ്ലേവറും രുചിയൊക്കെ കിട്ടാനായിട്ട് 1/2 കപ്പ് മല്ലിയില അരിഞ്ഞതും 1/4 കപ്പ് പുതിനയില അരിഞ്ഞതും കൂടെ ചേർക്കുക. നല്ലതായിട്ട് മിക്സ് ചെയ്യുക. ഇതുപോലെ ഇളക്കി കൊടുക്കുക. നമുക്ക് ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. ഇടയ്ക്കൊന്ന് തുറന്നു നോക്കി ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ടോ എന്നൊന്ന് നോക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് 15 കാഷ്നട്ടും 2 ടേബിൾ സ്പൂൺ തേങ്ങയും കൂടെ ചേർത്ത് അരച്ച മിക്സാണ്, അതും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം ബിരിയാണിക്ക് ഒരു നല്ല ടേസ്റ്റൊക്കെ കിട്ടും. കാഷ്നട്ടൊക്കെ ചേർക്കുമ്പോൾ നല്ലതായിട്ട് മിക്സ് ചെയ്ത് ചേർക്കുക. ഇനി നമുക്ക് ഈ വറുത്ത് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. രണ്ട് മൂന്ന് കഷ്ണം മീൻ കഷ്ണം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അവസാനം നമ്മൾ ബിരിയാണി പ്ലേറ്റിലെടുക്കുമ്പോൾ ഗാർണിഷ് ചെയ്യാനായിട്ട്. ഇനി ഈ ബിരിയാണി നമുക്ക് ദം ചെയ്തെടുക്കണം. അതിനായിട്ട് ബിരിയാണി പൊട്ടിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചൊന്ന് ചൂടാക്കിയതിന് ശേഷം ഈ ബിരിയാണി മസാല നമുക്ക് ആദ്യത്തെ ലെയറായിട്ട് ഇട്ട് കൊടുക്കാം. രണ്ടാമത്തെ ലെയറായിട്ട് റൈസ് ഇട്ട് കൊടുക്കാം. ഈ റൈസിൻ്റെ മുകളിലേക്ക് അല്പം സവാള ഫ്രൈ ചെയ്തെടുത്തതും കൂടെ
ചേർത്ത് കൊടുക്കുക, ഇട്ട് കൊടുക്കുക. അല്പം മല്ലിയില അരിഞ്ഞതും 2-3 ടേബിൾ സ്പൂൺ സാഫ്രൺ മിൽക്കും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിക്കുക. ഇതുപോലെ തന്നെ അടുത്ത ലെയറും നമുക്ക് ഇടാം. ഇനി നമുക്കൊരു ഓയിൽ പേപ്പർ കൊണ്ട് കവർ ചെയ്തതിന് ശേഷം നല്ലതായിട്ട് അടച്ചു വയ്ക്കുക. എന്നിട്ടൊരു തവ നല്ലതായിട്ട് ചൂടാക്കിയതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഒരു 20 മിനിറ്റ് വെച്ച് ദം ചെയ്ത് എടുക്കാം. ചെറിയ ഒരു മീഡിയം തീയെ കൊടുക്കാം, മീഡിയം തീയും കൊടുക്കണ്ട, സ്ലോ ഫയറിൽ വെച്ചാൽ മതി. ഇപ്പോൾ നമ്മുടെ ഫിഷ് ബിരിയാണി ദം ചെയ്ത് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഒന്ന് തുറന്നു നോക്കാം. നല്ലതായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് കണ്ടു നോക്കിയേ. ഇനി നമുക്ക് ഈ ഫിഷ് ബിരിയാണി ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ ഫിഷ് ബിരിയാണി ആവുന്നതുകൊണ്ട് പെട്ടെന്ന് പൊടിഞ്ഞു പോകും. അത് വളരെ സൂക്ഷിച്ച് മാത്രമേ ഇതിനകത്ത് നിന്ന് എടുക്കാവുള്ളൂ. നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അത് മറ്റുള്ളവർക്ക് കൂടി നിങ്ങളിത് ഷെയർ ചെയ്യണം. അതുപോലെ ഒരു കാര്യം നിങ്ങൾ മറന്നു പോകരുത്, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഇനി ഒരു നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.